ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ് ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് പിസ്സേൻ്റെ ബേസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 എഗ്ഗ് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള എഗ്ഗ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം മാവെല്ലാം കുഴച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. പക്ഷേ ഈ ഒരു പിസ്സയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതായത് ഒരു മുട്ടയ്ക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ ആ ഒരു അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 മുട്ടയ്ക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടിപ്പോണ്ട്, ചെറിയൊരു കഷ്ണം മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ oregano ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളിയാണ്. ഒരു അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സേൻ്റെ ബേസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പിസ്സ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു പിസ്സേൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ബേസ് പകുതി മാത്രമേ കുക്കായിട്ടുണ്ടാവും. ഫുള്ളായിട്ട് കുക്കാകുന്നതിന് മുൻപേ നമ്മൾ ഈ ഒരു രീതിയിൽ കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സൈഡിലും ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പിസ്സേൻ്റെ ബേസ് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മറക്കരുത്. നമ്മളിത് പകുതി കുക്കാകുന്ന സമയത്ത് തന്നെ ഈ ഒരു രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ മനസ്സിലാവും ഒന്നും ഇതിൻ്റെ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഈ ഒരു സമയത്തിന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. മൊസറല്ല ചീസ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ കുറേ അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് കുറേ അധികം മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഫ്രൈ നമ്മൾ സാധാരണ നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് oregano ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ മൊസറല്ല ചീസ് ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്, അടച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ചീസ് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മെൽട്ടായി വന്നോളൂ. അപ്പോൾ ഇതാ ചീസ് പകുതി മെൽട്ടായിട്ടുണ്ട്, ഫുള്ളായിട്ട് മെൽട്ടായിട്ടില്ല. ഈ ഒരു സമയത്തിന് നമുക്ക് ബാക്കി കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ ഒലീവ്സ് കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഞാനിപ്പം ബ്ലാക്ക് ഒലീവ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ ഈ ചീസ് മൊത്തത്തിൽ അങ്ങ് മെൽട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതാ 10 മിനിറ്റ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഏകദേശം 8 മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയാണ്, പിന്നെ സോഫ്റ്റും ആണിത്. സാധാരണ നമ്മുടെ പിസ്സ പോലെ അത്രയും ക്രിസ്പി ആയിരിക്കില്ല, എന്നാലും അത്യാവശ്യം ക്രിസ്പിയാണ്. കഴിക്കാനൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി തന്നെയാണിത്. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള പിസ്സ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ സാധാരണ നോർമൽ പിസ്സേനേക്കാളും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പിസ്സയാണല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കുന്നതല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റിൽ മാറ്റമുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം ടേസ്റ്റി തന്നെയാണ്, എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു റെസിപ്പി പുതിയ റെസിപ്പി ഒന്നല്ല, മുൻപേ ഉള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റായി പോയത്, നോമ്പിൻ്റെ സമയത്ത് ചെയ്തതാണ്.
അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റ് ആയി പോയതാണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.